ഇന്ന് ക്രൈസ്തവ ലോകം ദുഃഖ വെള്ളിയാഴ്ചയായി കൊണ്ടാടുന്ന പ്രത്യേക ദിവസമാണ്. ഇതിനെ ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്നും ചില സഭാ പാരമ്പര്യങ്ങളിൽ വലിയ വെള്ളിയാഴ്ചയെന്നും പേർ പറയാറുണ്ട്. ഒരു കഥ പറഞ്ഞ് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. വളരെ ഭക്തരായ ആളുകൾ താമസിക്കുന്ന ഒരു ഇടവക. അത്രയ്ക്കും ഭക്തരായതുകൊണ്ട് ഇവരുടെ വയലിലെ ആദ്യത്തെ വിളയൊക്കെ പള്ളിക്കുള്ളതാണ്. തണ്ണിമത്തയാണ് അവിടുത്തെ പ്രധാന കൃഷി, വാട്ടർമെലൺ. വയലിൽ ഒരു തണ്ണിമത്തയുടെ ആദ്യത്തെ പൊടിപ്പുണ്ടാകുമ്പോൾ ഇത് പള്ളിക്കുള്ളതാണെന്ന് ഉറപ്പിക്കാൻ തണ്ണിമത്തയുടെ പുറത്ത് ഒരു കുരിശടയാളം വരയ്ക്കും. 3-4 മാസം കൊണ്ട് തണ്ണിമത്തങ്ങ പൂർണ്ണ വളർച്ച പ്രാപിക്കും. അതോടൊപ്പം പുറന്തോടിൽ കോറിയിട്ട കുരിശടയാളവും വലുതാകും. പക്ഷെ ഒന്നുകൂടി സംഭവിക്കുന്നുണ്ട്. ഓരോ നിമിഷവും പുറന്തോട് കട്ടിയുള്ളതായിത്തീരുന്നു. അതിൽ വരച്ച കുരിശടയാളവും കട്ടിയുള്ളതായിത്തീരുന്നു. എന്നാൽ തണ്ണിമത്തൻ വളരുന്നതനുസരിച്ച് ഈ കുരിശടയാളം അതിൻ്റെ പുറന്തോടിന് താഴേക്ക് പ്രവേശിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പഴയ ദൈവസങ്കല്പങ്ങൾ, പ്രാർത്ഥനകൾ, ഉപവാസങ്ങൾ, നോമ്പ് ഒന്നും പലപ്പോഴും പുറന്തോടിന് താഴേക്ക് ഇടം കണ്ടെത്തുന്നില്ല. നമ്മുടെയൊക്കെ ചെറുപ്പം മുതൽ നാം വരയ്ക്കുകയും വഹിക്കുകയും ചെയ്യുന്നതാണല്ലോ കുരിശ്. എത്രയോ ദുഃഖ വെള്ളിയാഴ്ചകൾ നമ്മൾ ഇതിനകം കൊണ്ടാടി. എന്നാൽ എൻ്റെ ഇന്നർ സ്പേസിലേക്ക് ഈ കുരിശിന് എത്രമാത്രം ഇടം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നെറ്റിയിൽ വരയ്ക്കുന്ന, നെഞ്ചിൽ വരയ്ക്കുന്ന കുരിശിന് നമ്മുടെ ബുദ്ധിയെയോ ഹൃദയത്തെയോ സ്വാധീനിക്കുവാൻ എന്തുമാത്രം സാധിച്ചിട്ടുണ്ട്. ഈ ദുഃഖവെള്ളിയാഴ്ചയിലെ ധ്യാനം അത്തരത്തിലുള്ള ഒരു പുതിയ തീരുമാനത്തിലേക്ക്, ഒരു മൂല്യബോധത്തിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതുന്നത്, ഏറിയ പുരുഷാരം യേശുവിനോട് കൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. Now large crowds were traveling with Jesus, and he turned and said to them, Whoever comes to me and does not hate father and mother, wife and children, brothers and sisters, and even life itself, cannot be my disciple. 3 ചെറിയ ചിന്തകൾ. 1. ക്രോസ് ഡിമാൻഡ്സ് എ ന്യൂ സ്കെയിൽ ഓഫ് ലോയൽറ്റീസ്. ക്രോസ് ഡിമാൻഡ്സ് എ ന്യൂ സ്കെയിൽ ഓഫ് ലോയൽറ്റീസ്. ഒരു പുതിയ നിലവാരത്തിലുള്ള വിധേയത്വങ്ങൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെന്നാണ് കുരിശ് നമ്മോട് ആവശ്യപ്പെടുന്നത്. What does it mean? It may appear quite strange to us. ഒരുവൻ്റെ പ്രിയപ്പെട്ടവരെയെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ പിന്തുടരുക എന്നാണോ ഇവിടെ അർത്ഥമാക്കുന്നത്? തീർച്ചയായും our immediate loyalty is to our family. നമ്മുടെ കുടുംബത്തോടാണല്ലോ നമ്മുടെ പരമവും പ്രധാനവുമായ വിധേയത്വം.
Here Jesus is laying down a new scale of loyalties. A new scale of loyalties that challenges or even calls into question our intimate loyalties. യേശു ആദ്യം വിളിച്ചവരുടെ അല്ലെങ്കിൽ യേശുവിനെ ആദ്യം അനുഗമിച്ചവരുടെ കാര്യം തന്നെ പരിശോധിക്കാം. ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികൾ, എ ഗ്രൂപ്പ് ഓഫ് ഫിഷർമെൻ. അവരുടെ ജീവിതം സുരക്ഷിതമായിരുന്നു, സ്വസ്ഥമായിരുന്നു, സമാധാനപ്രദമായിരുന്നു. എന്നാൽ യേശു അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവരുടെ ജീവിതം അസ്വസ്ഥത നിറഞ്ഞതായി. When Jesus came into their lives, they could not remain undisturbed. The result was a lot of disturbance in their ordinary routine life. അതുവരെയും തങ്ങൾ ജീവിതത്തോട് ചേർത്ത് പിടിച്ചിരുന്ന, ജീവിതത്തിൽ തുടർന്നു വന്നിരുന്ന രീതികളോട് ചേർന്നു പോകുവാൻ അവർക്ക് കഴിഞ്ഞില്ല. They found the claim of Jesus above the claims of the surrounding world and the need of their livelihood. കാരണം യേശു അവരുടെ ജീവിതത്തിൽ പകർന്നു നൽകിയതായിട്ടുള്ള മൂല്യബോധം അവരുടെ ചുറ്റുപാടുകളെയും അവരുടെ ജീവിത രീതികളെയും പുനർക്രമീകരിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നതായിരുന്നു. യേശുവിൻ്റെ തന്നെ ഉദാഹരണം നോക്കുക. ഹി വാസ് ലോയൽ ടു ഹിസ് ഫാദർ ടു ദി ലാസ്റ്റ് മൊമെന്റ്. യേശുവിനും സംശയത്തിൻ്റെ അവസരങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് യേശുവിൻ്റെ പ്രലോഭനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ പിതാവിനോടുള്ള തൻ്റെ അടിപതറാത്ത വിധേയത്വം കുരിശിൻ്റെ വഴി തിരഞ്ഞെടുക്കുവാൻ അവനെ ശക്തീകരിച്ചു. അവിടെ താൻ ഏകനാണ്, ഇരുട്ടുള്ള മേഘമാണ് ചുറ്റും. പക്ഷേ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങേ കരങ്ങളിലേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. Father, into thy hands I commit my spirit. That is the perfect example of unflinching loyalty. ഇത് ഒരിക്കലും ക്ഷതമേൽക്കാത്ത വിധേയത്വത്തിൻ്റെ മകുടോദാഹരണമാണ്. ഈ വിധേയത്വമാണ് ഓരോ ശിഷ്യനിൽ നിന്നും ക്രിസ്തു പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നമുക്കൊക്കെ പലപ്പോഴും വളരെ സങ്കുചിതമായ വിധേയത്വങ്ങളാണ് ഉള്ളത്. പലപ്പോഴും അത്തരം വിധേയത്വങ്ങളെ അതിജീവിക്കാനും രൂപാന്തരപ്പെടുത്താനും നമുക്ക് കഴിയുന്നുമില്ല. Sometimes it may be our loyalty to our family, our denomination, or to our own community. But as Jesus' disciples, we are called to step beyond these narrow loyalties and intimate loyalties. ഒരുപക്ഷെ നമുക്ക് ഏറ്റവും അധികം വിധേയത്വം തോന്നുന്നത്, ഏറ്റവും അധികം അടുപ്പം തോന്നുന്നത് നമ്മുടെ സ്വന്തം കുടുംബത്തോടാകാം, നമ്മുടെ സ്വന്തം സമുദായത്തോടാകാം, നമ്മുടെ സ്വന്തം സമൂഹത്തോടാകാം. എന്നാൽ അതിനപ്പുറത്തായി നമുക്ക് ചില മൂല്യബോധങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് കുരിശ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിനും തൻ്റെ ജീവിതത്തിൽ ഇത്തരം പ്രലോഭനങ്ങളെ നേരിടേണ്ടതായി വന്നു. തനിക്ക് വേണ്ടി കല്ലിനെ അപ്പമാക്കുവാൻ, തൻ്റെ അധികാരം ഉറപ്പിക്കുവാൻ, തൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുവാൻ പരീക്ഷണമുണ്ടായപ്പോൾ അവൻ അതിനെ അതിജീവിക്കുന്നതായി നാം കാണുന്നു. പിതാവിനോടുള്ള തൻ്റെ ആത്യന്തികമായ വിധേയത്വത്തിലൂടെയാണ് അവൻ ലോകത്തിൻ്റെ വിധേയത്വങ്ങളെ വെല്ലുവിളിച്ചത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും ക്രിസ്തുവിൻ്റെ കുരിശിനെ ധ്യാനിക്കുന്ന ഈ ദിവസം നമ്മുടെ സങ്കുചിത വിധേയത്വങ്ങൾ ആരോടൊക്കെയാണ്? നമ്മുടെ വിധേയത്വങ്ങൾ ആരോടൊക്കെയാണ് എന്ന് ഒരു നിമിഷം ചിന്തിക്കാം. We have to extend our concerns beyond the narrow limits of our family, our children, our denomination, and our community. Cross calls us to have a new scale of loyalties. കർത്താവേ, നീ എൻ്റെ മുൻപിൽ ഉയർത്തുന്നതായിട്ടുള്ള ഈ വെല്ലുവിളി സ്വീകരിച്ചു. ഈ ലോകത്തിലുള്ള മറ്റ് എന്തെല്ലാം ബന്ധങ്ങളെക്കാൾ ഉപരിയായി, ഈ ലോകത്തിൽ ഉണ്ടാക്കാവുന്ന നേട്ടങ്ങളെക്കാൾ ഉപരിയായി നിന്നോട് ആത്യന്തികമായ ഒരു വിധേയത്വം, ഒരു അൾട്ടിമേറ്റ്
ലോയൽറ്റി നിന്നോട് വളർത്തിയെടുക്കുവാൻ എനിക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. രണ്ടാമതായി, ക്രോസ് ഡിമാൻഡ്സ് എ ന്യൂ സ്കെയിൽ ഓഫ് വാല്യൂസ്. ഒരു പുതിയ മൂല്യക്രമം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുവാൻ കുരിശ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ലൂക്കോസ് പറയുന്നത്, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്നാണ്. വേഴ്സ് 27, 27-ാം വാക്യം. Whoever does not carry the cross and follow me cannot be my disciple. യേശു കർത്താവ് ശിഷ്യരെ തുടർന്ന് ഓർപ്പിക്കുന്നതാണ് ഇത്. The disciple of Christ is called to order his or her life in the light of the value of the cross. The cross is a big question mark against all self-centered value orientations. സ്വയകേന്ദ്രീകൃതമായ എല്ലാ മൂല്യസങ്കല്പങ്ങളുടെയും ഒരു പൊളിച്ചെഴുത്ത് ആവശ്യപ്പെടുന്നതാണ് ക്രിസ്തുവിൻ്റെ കുരിശ്. യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും അപരോന്മുഖമായിരുന്നു, അതർ സെൻറ്റേഡ്, നോട്ട് സെൽഫ് സെൻറ്റേഡ്. അതുകൊണ്ടാണ് ബോൺഹോഫർ എന്ന ദൈവശാസ്ത്രജ്ഞൻ ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത് ജീസസ് വാസ് എ മാൻ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു മനുഷ്യനായിരുന്നു ക്രിസ്തു എന്ന്. അതുകൊണ്ട് തന്നെയാണ് അവന് കുരിശേറേണ്ടി വന്നത്. The cross stretches its arms sideways. It always points to others who are at our left and our right. കുരിശിൻ്റെ രൂപം തന്നെ നോക്കുക. അതിൻ്റെ കരങ്ങൾ വിരിക്കപ്പെട്ടിരിക്കുന്നത് വശങ്ങളിലേക്കാണ്. ഇരുവശത്തുമുള്ള ആളുകളിലേക്കാണ് കുരിശിൻ്റെ ഇരു കരങ്ങളും നീട്ടപ്പെട്ടിരിക്കുന്നത്. ഒരു ചിന്തകൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: God always moves to the sides, not to the heights. God always moves to the sides, not to the heights. കുരിശ് എല്ലായ്പ്പോഴും, ദൈവം എല്ലായ്പ്പോഴും ചരിക്കുന്നത് വശങ്ങളിലേക്കാണ്, ഉയരങ്ങളിലേക്കല്ല എന്നാണ് പറയുന്നത്. ഇന്ന് അവനവൻ മാനം മുട്ടെ വളരുവാനുള്ള ശ്രമങ്ങളാണെങ്കിലും വശങ്ങളിലേക്ക് നോക്കുവാൻ, വശങ്ങളെ ശ്രദ്ധിപ്പാൻ ആർക്കും മനസ്സില്ല. കുരിശ് ഉയർത്തുന്നത് വലിയൊരു വെല്ലുവിളിയാണ് ഇവിടെ. കുരിശ് ഉയർത്തുന്ന ഈ മൂല്യബോധത്തിലേക്ക് ഓരോ ക്രിസ്തു ശിഷ്യനും വളരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. We are called to follow a value of life built on the principles of the cross. വ്യക്തി, കുടുംബ, സഭ, സമൂഹ ജീവിതത്തിൽ കുരിശിൻ്റെ മൂല്യം എത്രത്തോളം ഉണ്ട് എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നാം പലപ്പോഴും ജീവിതത്തിൽ പുലർത്തുന്നതായിട്ടുള്ള പോരായ്മകൾ, ജീവിതത്തിൽ നാം പുലർത്തുന്ന മൂല്യങ്ങളുടെ ശോഷണം വളരെ വളരെ വലിയതല്ലേ എന്ന് ചിന്തിക്കേണ്ടതാണ്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ ഫുട്ബോളർമാരിൽ ഒരാളായിരുന്നല്ലോ ഡീഗോ മറഡോണ. വളരെ ഭക്തൻ, ഗ്രൗണ്ടിൽ ഇറങ്ങിയാലുടൻ നിലം തൊട്ട് കുരിശു വരയ്ക്കും. അദ്ദേഹത്തെക്കുറിച്ച് ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് 1986 വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ കളിക്കുമ്പോൾ തൻ്റെ കൈകൊണ്ട് ബാൾ തട്ടിയിട്ടു. അപ്പോൾ പറഞ്ഞു, മറഡോണ, കള്ളക്കളിയല്ലേ നീ കളിച്ചത്? മറഡോണ നിഷേധിച്ചു. ഞാൻ കള്ളക്കളിയൊന്നും കളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നിന്റെ കൈകൊണ്ട് ബോൾ തട്ടുന്നത് ഞങ്ങൾ കണ്ടുവല്ലോ. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ കൈകൊണ്ടൊന്നും തട്ടിയിട്ടില്ല. ഇനി അഥവാ നിങ്ങൾ ഏതെങ്കിലും കൈ കണ്ടിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കൈയല്ല, ദൈവത്തിൻ്റെ കൈ ആയിരിക്കും. മേ ബി ഗോഡ്സ് ഹാൻഡ്സ്. ഹാൻഡ് ഓഫ് ഗോഡ് ഗോൾ എന്നറിയപ്പെടുന്ന വളരെ സ്കാൻഡലസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ പറഞ്ഞത്. എവിടെ ക്രിസ്തീയ മൂല്യങ്ങൾ? കുരിശ് വരച്ച് എഴുന്നേൽക്കും, എപ്പോഴും കുരിശ് കഴുത്തിലണിയും, കുരിശിനോട് വലിയ ഇഷ്ടമാണ്. എന്നാൽ എവിടെ കുരിശുയർത്തുന്ന മൂല്യങ്ങൾ? ഒരു പുതിയ മൂല്യക്രമത്തെ സ്വീകരിപ്പാൻ കുരിശ് നമ്മെ
വെല്ലുവിളിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മൂന്നാമതായി, ക്രോസ് ഡിമാൻഡ്സ് എ ന്യൂ സ്റ്റൈൽ ഓഫ് ലിവിങ്. കുരിശ് ഒരു പുതിയ ജീവിതക്രമത്തിനായി നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അവർ ഐഡന്റിറ്റി ഈസ് നോട്ട് കീപ്പിംഗ് ദ നെയിം ക്രിസ്ത്യൻ ബട്ട് ബീയിങ് ക്രൈസ്റ്റ് ലൈക്ക് വിതൗട്ട് മേക്കിംഗ് പ്രിറ്റൻഷൻസ് അബൌട്ട് ഇറ്റ്. നമ്മുടെ വ്യക്തിത്വം എന്നത് ക്രിസ്ത്യാനി എന്ന പേര് നിലനിർത്തുന്നതിലല്ല, മറിച്ച് നാട്യങ്ങളില്ലാതെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നതാണ്. പ്രസിദ്ധനായ ഒരു ഇന്ത്യൻ ദൈവശാസ്ത്രജ്ഞൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഗോഡ് ഈസ് ദ ഡീഫോംഡ് ഫോം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതാണ്. സ്വയം വെറുമയാക്കുന്ന ക്രിസ്തു. രൂപം അതേപടി സൂക്ഷിക്കുന്നതിലല്ല, ഗുണം തെളിയിക്കുന്നതിലാണ് കാര്യം. തൻ്റെ പ്രവർത്തനത്തിൽ ഉപ്പിന് തൻ്റെ രൂപം നഷ്ടപ്പെടും, പക്ഷേ ആ രൂപം നഷ്ടപ്പെടലിലൂടെ ഉപ്പ് തൻ്റെ ഗുണം പകരും എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് എല്ലാവരും അവരവരുടെ രൂപം നിലനിർത്താൻ, അവരവരുടെ മുഖം രക്ഷിക്കാനുള്ള വലിയ ശ്രമത്തിലാണ്. ഇതിനിടയിൽ നഷ്ടപ്പെട്ടു പോകുന്നത് കുരിശുയർത്തുന്ന മൂല്യങ്ങളല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവർ പ്രസന്റ് സ്റ്റൈൽ ഓഫ് ലിവിങ് ഈസ് ജസ്റ്റ് ദി ഓപ്പോസിറ്റ്. ഇറ്റ് ഈസ് പ്രിസർവേഷൻ ഓറിയന്റഡ്. ഇന്ന് എല്ലാം പ്രിസർവ് ചെയ്യാനായിട്ടാണ് നാം ശ്രമിക്കുന്നത്. നമ്മുടെ മുഖം, നമ്മുടെ അഭിമാനം, നമ്മുടെ അന്തസ്, നമ്മുടെ ധനം എല്ലാം പ്രിസർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവപുത്രൻ നമ്മുടെ മുൻപിൽ ഉയർത്തുന്നത് എന്താണ്? സ്വയം വിരൂപനാക്കപ്പെടുവാനുള്ള സന്നദ്ധതയാണ് ഫിലിപ്പിയ ലേഖനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഗോഡ് ഈസ് ദി ഡീഫോംഡ് ഫോം. വിരൂപമാക്കപ്പെട്ട രൂപമാണ് ദൈവം. അതാണ് പ്രവാചകൻ പറയുന്നത്. അവന് സൗന്ദര്യമില്ല, അവന് രൂപഗുണമില്ല, അവൻ്റെ അടിപ്പിണരുകളാലാണ് നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നത്. ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കുവാനായിട്ടുള്ള വലിയ പരിശ്രമത്തിലാണല്ലോ നാം എല്ലാവരും. പരീക്ഷണങ്ങൾക്കൊന്നും നമ്മൾ തയ്യാറല്ല. എന്തിനാണ് അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ കുരിശ് പോലും വരയ്ക്കുന്നത്? രൂപം നഷ്ടപ്പെടാതെ ഇരിക്കാനല്ലേ നമ്മൾ കുരിശ് വരയ്ക്കുന്നത്? അവർ സ്റ്റൈൽ ഓഫ് ലൈഫ് ഡസ് നോട്ട് ടേക്ക് ദ ലെസൺ ഓഫ് ദി ക്രോസ് ഓർ ദി സോൾട്ട്, ഡൈയിങ് ആൻഡ് ഡിസോൾവിങ്. ഇല്ലാതെയാകുന്നതിലൂടെയും അലിഞ്ഞു ചേരുന്നതിലൂടെയും ഉണ്മ നിലനിർത്തുന്ന കുരിശിൻ്റെയും ഉപ്പിൻ്റെയും സ്വഭാവം നമുക്ക് സ്വീകരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇല്ലാതെയാകുന്നതിലൂടെ നേടുന്ന സുരക്ഷിതത്വത്തെയാണ് കുരിശ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഗെയിനിങ് ത്രൂ ഡിസോൾവിങ്. തൻ്റെ ജീവിതത്തിലും കുരിശുമരണത്തിലും കർത്താവ് നമുക്ക് കാണിച്ചു തന്നതും അതുതന്നെയാണ്. അഴിയുന്നവർ അഴകായി തീരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മൂല്യം നമ്മുടെ ജീവിതത്തിൽ എത്രയുണ്ട്? ഒരു പുതിയ ജീവിതക്രമത്തിനായിട്ട് ക്രിസ്തു നമ്മെ വെല്ലുവിളിക്കുന്നു. മലയാളത്തിലെ പ്രസിദ്ധനായ ഒരു കവി, അദ്ദേഹം ടോൾസ്റ്റോയ് മ്യൂസിയം സന്ദർശിച്ചതിന് ശേഷം എഴുതിയ കവിതയുടെ ചില വരികൾ ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നു: ക്രിസ്തുവിനെ എനിക്കറിയാം, പക്ഷേ അവൻ്റെ അനുഭവങ്ങൾ എന്നിൽ നിന്ന് ഏറെ അകലെയാണ്. ക്രിസ്തുവിൻ്റെ കുരിശ് ഈ മ്യൂസിയത്തിലുണ്ട്, പക്ഷേ ആ കുരിശിലെ സഹനങ്ങൾ അവിടെയില്ല. ക്രിസ്തുവിൻ്റെ തിരുമേശ ഈ മ്യൂസിയത്തിലുണ്ട്, പക്ഷേ ക്രിസ്തുവിൻ്റെ മേശയിലെ രുചികൾ ഇവിടെയില്ല. ഇവിടെ ക്രിസ്തുവിൻ്റെ അൾത്താരയുണ്ട്, പക്ഷേ ആ അൾത്താരയിലെ ബലികളില്ല. എല്ലായിടത്തും ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ ധാരാളം, പക്ഷേ അതിലെ അനുഭവങ്ങൾ അന്യം എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഭവനങ്ങൾ നോക്കിയാൽ, നമ്മുടെ വാഹനങ്ങൾ നോക്കിയാൽ, നമ്മുടെ പള്ളികൾ നോക്കിയാലൊക്കെ
കുരിശിൻ്റെ അടയാളങ്ങൾ, ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ആ അടയാളങ്ങൾക്കപ്പുറത്ത് കുരിശിൻ്റെ അനുഭവങ്ങൾ എത്രയുണ്ട് എന്നുള്ളത് ഗൗരവമായി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ക്രോസ് ഈസ് അവർ പാറ്റേൺ ഓഫ് ലൈഫ്. It calls us for a new scale of loyalties, a new scale of values, and a new style of living. കുരിശ് നമ്മെ വിളിക്കുന്നത് ഒരു പുതിയ വിധേയത്വങ്ങളുടെ ശൃംഖല ഉണ്ടാക്കുവാനായിട്ടാണ്. നമ്മുടെ സ്വാർത്ഥതയോടുള്ള വിധേയത്വങ്ങളെ മാറ്റിവെച്ചിട്ട് അതിനപ്പുറത്ത് ക്രിസ്തുവിനോടും അവൻ്റെ കുരിശിനോടുമുള്ള ഒരു വിധേയത്വം നാം ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു പുതിയ മൂല്യസങ്കല്പം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത കുരിശ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സൗകര്യത്തിനു വേണ്ടി ജീവിത പ്രമാണങ്ങളെ ബലികഴിക്കുവാനല്ല, പിന്നെയോ സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടാലും പ്രമാണങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ കുരിശ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എ ന്യൂ സ്റ്റൈൽ ഓഫ് ലിവിങ്, ഒരു പുതിയ ജീവിത ക്രമത്തിനായി ഈ കുരിശ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു ദുഃഖവെള്ളി കൂടി ദയവായി ഓർമ്മിക്കുക. കുരിശ് വരയ്ക്കാനുള്ളത് മാത്രമല്ല, വഹിക്കാനും കൂടി ഉള്ളതാണ്. കുരിശ് വരയ്ക്കാനുള്ളത് മാത്രമല്ല, വഹിക്കാനും കൂടി ഉള്ളതാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.